ഹോർമുസിൽ ഇറാന് പിന്തുണയുമായി അറേബ്യൻ രാജ്യങ്ങൾ. പിന്തുണ എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിന് സഹായം നൽകുക എന്നുള്ളതല്ല. തങ്ങളുടെ കപ്പൽ പ്രതിസന്ധി അവസാനിക്കുന്നവരെ ഹോർമുസിലൂടെ കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയില്ല, അല്ല കടക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ അനുമതി നൽകുകയില്ല എന്ന് അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞു. പ്രതിസന്ധിയും വിഷയപ്രശ്നങ്ങളും അവസാനിക്കാത്തിടത്തോളം കാലം ഒരു വെല്ലുവിളിയായിട്ട്, അതായത് ഇറാനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തങ്ങളുടെ കപ്പൽ അങ്ങോട്ട് പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതോടുകൂടി അമേരിക്കയ്ക്ക് ഇത് വലിയ രീതിയിൽ ഇടുത്തിയായിട്ട് മാറിയിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളുടെ കപ്പൽ വെച്ചിട്ടാണ് ഈ മേഖലയിലൂടെ അമേരിക്ക അവരുടേതായിരിക്കുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കാറുള്ളത്, രാഷ്ട്രീയം കളിക്കാറുള്ളത്. അത് ഈ മാസം 8-ാം തീയതി സൗദി അറേബ്യയുടെയും UAEയുടെയും കപ്പൽ, ഈ സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കപ്പൽ ആ മേഖലയിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അതിന് വേണ്ടിയിട്ടുള്ള വലിയ ചരട് വലിച്ചത്. കാര്യം അവർ പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം നിങ്ങൾക്ക് നൽകാമെന്നും, കപ്പൽ നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകുകയാണെങ്കിൽ നഷ്ടപരിഹാരം നൽകാമെന്നും, ഈ മേഖലയിലൂടെ ഒരു സമാന്തര പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ കപ്പൽ സഞ്ചാരം സുഖകരമായ രീതിയിൽ പോകുന്നൊരു സ്ഥിതിവിശേഷം വന്നാൽ ഇറാൻ്റെ എല്ലാ കാലത്തെയും വരാൻ പോകുന്ന ഭാവിയിൽ പോലുമുള്ള സാമ്പത്തിക തകർച്ചയ്ക്ക് അത് ഇടയാക്കുകയും അവർ ഓട്ടോമാറ്റിക്കായിട്ട് കീഴടങ്ങുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് സൗദിയും ഖത്തറും അതിനെ എതിർത്ത് സംസാരിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇതൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ്, ഇതൊന്നും വിജയിക്കാൻ സാധിച്ചോളണമെന്നില്ല. ചെങ്കടലിൽ ഹൂത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുമായി സഹകരിക്കണം എന്ന് പറഞ്ഞ രാജ്യമാണ് അമേരിക്ക. ഒടുവിൽ അമേരിക്ക ഹൂത്തികൾക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങി എന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുണ്ടാക്കിയിട്ടാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത്. അതിനുശേഷമാണ് അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ ഈ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും സാധിച്ചത് എന്ന് പെൻറ്റഗണിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലും വിവാദമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ കപ്പലിനെ അയക്കുന്നില്ല. ഇപ്പോൾ ഇന്നലെ 2 കപ്പൽ ആക്രമിച്ചു. ഒരു കപ്പൽ ആക്രമിച്ച് തകർത്തു, കത്തിച്ചു എന്ന് പറയുന്നു. പക്ഷേ അത് അറേബ്യൻ കപ്പലല്ല, അത് യൂറോപ്യൻ ഫ്ലാഗുള്ള കപ്പലാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിനെക്കുറിച്ച് വിശദീകരണ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സമാന്തര പാതയാണ് അവർ അപ്പോഴും ഉപയോഗിച്ചത്. ഈ സമാന്തര പാത ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒമാൻ്റെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്ക ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമല്ലെങ്കിലും അനൗദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയത് ഇങ്ങനെയാണ്: തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തങ്ങളൊരു സമാന്തര പാത ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. കാര്യം ഞങ്ങൾ അത് ഉണ്ടാക്കുന്നതന്നെ ഒരു മാരകമായിരിക്കുന്ന തെറ്റാണ്. കാര്യം ഞങ്ങൾ മധ്യസ്ഥരാണ്. ഖത്തറും ഒമാനും ഒക്കെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിലെ മധ്യസ്ഥരായിരിക്കുന്ന സമയത്ത് ഒരു രാജ്യത്തെ മാത്രം പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഒരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല, അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിരന്തരം അമേരിക്ക ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെയാണ് തങ്ങൾ ചെയ്തത് എന്ന് അവർ പറയുന്നു. ഇനി അതിൻ്റെ 2-ാം പുറം പറയുന്ന സമയത്ത് സൗദി അറേബ്യ ഖത്തറും ഇതിലൂടെ 8-ാം തീയതി സഞ്ചാരം നടത്തി എന്നുള്ളത് പറഞ്ഞു. അതിന് അവരോടും സമാനമായ രീതിയിലാണ് അമേരിക്ക സംസാരിച്ചത്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ. അവർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ രാജ്യത്തേക്ക് നിരന്തരം ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു, നിങ്ങൾക്കറിയാവുന്നതാണ്. അത് ശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ പ്രഹരമേറ്റ് നിങ്ങളുടെ നാട് വേദനിക്കുന്നുണ്ട് എന്നും അറിയാവുന്നതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പോലും മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഗുരുതരമായിരിക്കുന്ന തെറ്റാണ്. ആ തെറ്റ് നിരന്തരം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് പ്രതിരോധം ഉണ്ടാക്കുന്നു. ആ പ്രതിരോധത്തിലാണ് പല ഘട്ടങ്ങളിലും പല മിസൈലുകളെയും തകർക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിച്ചത്. എന്നാൽ ഈ ഒരു കപ്പൽ ഹോർമുസിലൂടെ കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിടാതിരിക്കുന്ന സ്ഥിതി വന്നാൽ ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങൾ എടുക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞതോടുകൂടി അറേബ്യൻ രാജ്യങ്ങൾക്കും ഭയപ്പാടായി. കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒരു ചെറിയ രീതിയിലെങ്കിലും സുരക്ഷ, ഇറാൻ്റെ ആക്രമണത്തിൽ പ്രതിരോധമെങ്കിലും ഉണ്ടാക്കുന്നത് അമേരിക്കയുടെ സംവിധാനം കൊണ്ടാണ് എന്നുള്ള കാര്യം അവർക്ക് ലോകത്തിനും അറിയാവുന്നതാണ്. മാത്രമല്ല ഒരു ഗുണ്ട ആക്ട് പോലെയാണ്, അതിന് അമേരിക്ക പണവും നൽകണം, വെറുതെ ഒന്നുമല്ല. അപ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയും നഷ്ടവുമാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ടായത്. $300 ബില്യൺ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. അത് ഇറാന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും നൽകേണ്ടതാണ്. അതിന് 2-ാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജർമ്മനി
ജൂത വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഹിറ്റ്ലർ ചെയ്ത വിഷയത്തെ താരതമ്യം ചെയ്തിട്ട് കൊണ്ടാണ് ഇറാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെയും അതേപോലെ തന്നെ UN സഭയെയും സമീപിച്ചത്. തങ്ങളുടെ തലമുറയെ ഇല്ലാതാക്കാൻ വേണ്ടി ജർമ്മനിയുടെ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലർ മാരകവും ക്രൂരവുമായിരിക്കുന്ന ശിക്ഷാ നടപടികൾ നടത്തുകയും ഞങ്ങളുടെ വലിയ രീതിയിലൊരു തലമുറയെ അപ്പാടെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കത് നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലൊക്കെ വലിയ രീതിയിൽ കേസുകൾ നടന്നു. ഏതായിരുന്നാലും അത് ഇവർക്ക് അനുകൂലമായ രീതിയിൽ, ജൂത വിഭാഗത്തിന് അനുകൂലമായ രീതിയിൽ വിധി വന്നു. ആ വിധി വന്നതിന് ശേഷമാണ് പിന്നീട് രാജ്യം ഡെവലപ്പ് ആവാൻ വേണ്ടി ഈ പണം ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. അന്നൊക്കെ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒഴിഞ്ഞ മരുഭൂമി പോലെ പ്രത്യേകമായിരിക്കുന്ന ഒരു ബിൽഡിംഗ് സംവിധാനങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ അകത്ത് വളരെ കുറവായിരുന്നു. രാജ്യം പുരോഗതി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? കറൻസിയുടെ മൂല്യം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ കറൻസി ചവിട്ടി മെതിക്കപ്പെടാൻ പാടില്ല, ഇല്ലാതാവാൻ പാടില്ല. മൂല്യത്തകർച്ച ഇല്ലാത്ത രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കുന്ന സമയത്ത് മാത്രമേ ഒരു രാജ്യത്തിന് സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ എന്നുകൂടി അതിൻ്റെ കൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത്, അമേരിക്കയുമായിട്ടുള്ള വിഷയം, അമേരിക്ക എല്ലാ കാലത്തും ചിന്തിക്കുന്നത് അവരെക്കുറിച്ചും അവരുടെ സംവിധാനത്തെക്കുറിച്ചും അവരുടെ ശക്തിയെക്കുറിച്ചുമാണ്. മറ്റൊരു രാജ്യം പുരോഗതി ഉണ്ടാവുക, സൈനികപരമായിരിക്കുന്ന ശക്തി നേടുക, ഈ പ്രതിരോധ സംവിധാനം, അതല്ലെങ്കിൽ അതിർത്തി കാവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള കാവൽ നിൽക്കുക, ഇതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമല്ല. അതൊരു പറയാറുമില്ല. അത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ ഈ റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഓർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓർമുസിലെ ഇപ്പോൾ 3 പാത ഉണ്ടായിരുന്നു. ഒന്ന് ഇറാൻ്റെ അന്താരാഷ്ട്ര പാത എന്ന് പറയുന്ന സമയത്ത് എല്ലാ കാലത്തും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള പാത. രണ്ടാമത് സമാന്തര പാത ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒമാനും കൂടി സംയുക്തമായ രീതിയിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് രണ്ടാമത്തെ പാത എന്ന് പറയുന്നത്. അത് ഒമാൻ്റെ തീരത്തോട് കൂടി ചേർന്നാണ്. മറ്റേത് ഇറാൻ്റെ തീരത്തോട് കൂടി ചേർന്നാണ്. അപ്പോൾ ഒമാൻ്റെ തീരത്തോട് കൂടി ചേർന്ന സമാന്തര പാതക്കപ്പുറമായ രീതിയിൽ പുതിയൊരു പാത ഉണ്ടാക്കുന്നു. ആ പാത ശാസ്ത്രീയമായ രീതിയിൽ കൃത്യതയില്ലാത്തതായിരുന്നു. അങ്ങനെ ആകുന്ന സമയത്ത് പ്രശ്നം എവിടെ പറ്റിയെന്നറിയോ? പ്രശ്നം പറ്റിയത് ഒരു കപ്പൽ അവിടെ ആണ്ടുപോയി അല്ല, മണ്ണിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ഈ അടിഭാഗം നല്ല താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കപ്പലിന് പോകാൻ വേണ്ടി പറ്റൂ എന്നുള്ളത് നമുക്കറിയാം. ചില ഭാഗത്ത് അടിഭാഗം താഴ്ച ഇല്ലാത്തത് വരും. അത് കൃത്യമായിരിക്കുന്ന ശാസ്ത്രീയ സംവിധാനത്തോടു കൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. നിലവിൽ അമേരിക്കക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ അതിനൊരു കപ്പൽ പോകുന്ന സമയത്ത് ചിലത് മൺതിട്ട എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രത്യക്ഷമാവുകയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതാണ്. ഐസ് മല അങ്ങനെയാണ്, പെട്ടെന്ന് പ്രത്യക്ഷമാവും, ഒരുപക്ഷെ പെട്ടെന്ന് അപ്രത്യക്ഷമാവും. ടൈറ്റാനിക് നമുക്കറിയാം, ടൈറ്റാനിക് കപ്പൽ ഐസ് മലയിൽ ഇടിച്ചിട്ടാണ് തകർന്നത്. അത് മുൻപേ ഉള്ളതൊന്നല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ ഉണ്ടാവുന്നു. അത് പ്രകൃതിയുടെ കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് ഉണ്ടാകുന്നു. അങ്ങനെ ആ ഉണ്ടായ സമയത്ത് ഇവരുടെ സമയദോഷത്തിന് ആ സമയത്താണ് അവിടെ എത്തിപ്പെടുന്നത്. പിന്നീട് ഇടിച്ചിട്ട് കപ്പൽ പൊളിയുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യം. അത് ടൈറ്റാനിക് സിനിമയായിട്ടുണ്ടെങ്കിലും ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രമേ ഒരു പാത കടലിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. കാര്യം ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വിഷയങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാൻ പറയുന്നത് ഈ മേഖല അപ്പാടെ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഒമാൻ്റെ തീരത്ത് സമാന്തര പാത ഉണ്ടാക്കിയാൽ ആ സമാന്തര പാതയും തങ്ങൾ ആക്രമിക്കും. അതിൻ്റെ കാര്യം വെച്ചാൽ ഇതൊരു യുദ്ധഭൂമിയാണ്. യുദ്ധഭൂമിക എന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ ലോകത്തെ തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടാക്കാൻ പങ്കാളിത്തം വഹിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ പ്രശ്നം തീരുന്ന സമയത്ത് മാത്രമേ ആഗോള അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ അവസാനിക്കുകയുള്ളൂ. അത് മറ്റുള്ളവർ മനസ്സിലാക്കുകയും വേണം. ഈ തരത്തിലാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണ കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു പാത ഉണ്ടാവുക, അതൊരു സ്വതന്ത്ര പാതയാവുക, പണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ വന്നാൽ അപ്പോൾ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഈ യുദ്ധം. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ ഭൂമിയിലേക്ക് വരും. ഇപ്പോൾ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്, പിന്നീട് കരയിലേക്ക് കയറും. ഒരു കാലത്തും സമാധാനമായിരിക്കുന്ന ഒരു ജീവിത രീതി ഇറാന് ഉണ്ടാകാത്ത വിധം യഥാർത്ഥത്തിൽ അവരതിനെ സംവിധാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പല ഘട്ടങ്ങളിൽ അവർ തെളിയിച്ചതാണ്.
അപ്പോൾ അമേരിക്കയ്ക്ക് സർവാധിപത്യം ഉണ്ടാവുക എന്നുള്ളതും ആ സർവാധിപത്യം ലോകം അംഗീകരിക്കുക എന്നുള്ളതും എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് അല്ലെ അമേരിക്കയുടെ പ്രസിഡന്റുമാർക്ക് നിർബന്ധമായ കാര്യമാണ്. ഇപ്പോൾ തന്നെ ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെയാണ് ട്രംപ് തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെയ്ത എല്ലാ പ്രവൃത്തികളും ഏകാധിപത്യമാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് വരെ ജനാധിപത്യ സംവിധാനവും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഏകാധിപത്യ സംവിധാനം പുലർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് ചുരുക്കം.